ഹായ്, ഞാൻ അഫ്ല. കഴിഞ്ഞ ജാനുവരി 28-നാണ് ഞാൻ DH എക്സാം എഴുതിയത്. അൽഹംദുലില്ലാഹ് പാസ്സായി. താങ്ക്സ് മിഡ്വെഞ്ചർ ടീം, എക്സ്പെഷ്യലി ആൻഡ്രൂ സാർ ആൻഡ് എൻ്റെ മെൻറ്ററായിട്ടുള്ള അമൽ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ മെഡ്വെഞ്ചറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ്സാണ്. ആൻഡ്രൂ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് ആണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അത്രയും ക്യാപ്സ്യൂൾ ടൈപ്പിലായിട്ടാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അതിന് മെറ്റീരിയൽസും അടിപൊളിയാണ്. പിന്നെ ഞാനെങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ, ആദ്യം സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടത്. ഫുൾ ക്ലാസ് ആദ്യം കണ്ടു തീർത്തു. സാറ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ പറയാറുണ്ട്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ. അപ്പോൾ അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അത് കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ് ഫുൾ കേട്ടതിന് ശേഷം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ചെയ്യുകയാണ് ചെയ്തത്. സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് അതിൻ്റെ കൂടെയുള്ള മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻറ്റ് ഫയൽസും അതിൽ DHA ക്രാഷുമാണ് ഞാൻ മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ മോക്ക് ടെസ്റ്റും ഞാൻ നല്ലോണം റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് അത് ഒരു ബുക്കിൽ എഴുതി പോകാറുണ്ട്. അത് നമുക്ക് എക്സാമിൻ്റെ 2 ദിവസം മുന്നേ വായിക്കുമ്പോൾ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സാം എങ്ങനെയെന്ന് പറഞ്ഞാൽ, കമ്പാരിറ്റീവ്ലി എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസിൽ നിന്നായിരുന്നു. മെഡിസിനിലും കാൽക്കുലേഷൻസും കുറവായിരുന്നു. സാറിൻ്റെ കാൽക്കുലേഷൻസ് തന്നെയാണ് പഠിച്ചത്. അതിന് എക്സ്ട്രാ ഫയൽസ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റീസെൻ്റായിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത് നന്നായി വർക്കൗട്ട് ചെയ്യാറുണ്ട്. പിന്നെ സാറിൻ്റെ കേസസിൻ്റെ ബേസിക് ക്ലാസ്സിൽ സാറിൻ്റെ കേസസ് നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെറ്റീരിയലിലുള്ള. അതുകൂടാതെ അതിലുള്ള 2 മോക്ക് ടെസ്റ്റിൽ അത്യാവശ്യം ഒരു 10-200 ക്വസ്റ്റ്യൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നന്നായി റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേസസ് എങ്ങനെ വരിക എന്നുള്ളൊരു ഏകദേശ ധാരണ കിട്ടും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, എല്ലാവരും ബേസിക് ക്ലാസ് കേൾക്കുക, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാക്സിമം നോക്കുക, 2 തവണയെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ എഴുതി വയ്ക്കുക ക്വസ്റ്റ്യൻസ് അറിയാത്തത്, കാൽക്കുലേഷൻ്റെ ഇക്വേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് പഠിക്കുക. ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ മെഡ്വെഞ്ചർ ടീമിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.